The presence of God came in Jesus Christ. ദൈവത്തിന്റെ പദ്ധതി യേശുക്രിസ്തുവിലാണ് വന്നത്. ദൈവത്തിന്റെ സാന്നിധ്യം യേശുക്രിസ്തുവിൽ കൂടെ already വന്നു. It came in Jesus Christ. Okay, when you read John chapter 1, he says, he came unto his own and his own received him not, but he became flesh and he tabernacled among us. He lived among us. The presence of God, Emmanuel with us, was there on this earth already. നമ്മൾ വായിക്കുന്നു, യോഹന്നാനിൽ വായിക്കുന്ന പോലെ അവൻ നമ്മുടെ ഇടയിൽ പാർത്തു, നമുക്കിടയിൽ വസിച്ചു എന്ന് നമ്മൾ പറയുന്ന പോലെ ഓൾറെഡി അവൻ നമ്മുടെ ഇടയിൽ വന്നു കഴിഞ്ഞു എന്ന് നമ്മളോട് വായിക്കുന്നുണ്ട് യോഹന്നാനിൽ. And that presence, the reason that presence came down was to solve the issue of sin. ആ സാന്നിധ്യം വരാൻ കാരണം നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയാണ് വന്നത്. Once it solved the issue of sin, then the presence came and dwelt inside man. ആ പാപം മാറ്റിക്കഴിഞ്ഞ് ആ സാന്നിധ്യം നമ്മുടെ ഉള്ളിൽ വന്ന് വസിക്കാൻ തുടങ്ങി. This is what we say, the Holy Spirit, now you are the temple of the Holy Spirit. നമ്മൾ വായിക്കുന്നുണ്ട് നാം പരിശുദ്ധാത്മാവ് വസിക്കുന്ന മന്ദിരമാകുന്നു എന്ന്. So the presence of God came down in Jesus Christ, removed sin from as an obstacle, came and started living in man, and now also when we pray we say, Lord, bring down your presence. What contradiction is that? നമുക്ക് തടസ്സമായി നിന്ന പാപം മാറ്റി യേശുക്രിസ്തു നമ്മൾ വന്ന് വസിക്കുമ്പോഴും നമ്മൾ പറയുന്നു നമ്മൾ വന്ന് വാസം ചെയ്യണമേ. എന്തൊരു വിരോധാഭാസമാണിത്. The Holy Spirit has come. പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞു. The presence is already in us. അവന്റെ സാന്നിധ്യം ഓൾറെഡി നമ്മളിലുണ്ട്. Now just because a situation, for example, any situation, when we are in a meeting like this, we do not pray, Lord, bring down your presence now. നമ്മൾ ഒരു മീറ്റിംഗിൽ ഇരിക്കുമ്പോഴും നമ്മൾ പറയാറുണ്ട് ദൈവമേ അങ്ങയുടെ സാന്നിധ്യം ഇറങ്ങി വരണമേ. But rather what we say, എന്താണ് നമ്മൾ പറയുന്നത്? That you are the temple of the Holy Spirit. നമ്മൾ ഓരോരുത്തരുമാണ് പരിശുദ്ധാത്മാവ് വസിക്കുന്ന മന്ദിരമെന്ന്. When you pray in your rooms or when you pray, you don't have to say, Lord, bring down your presence. The presence has already come. This kind of change is what we say, change your definitions and your statements. ഇങ്ങനെയുള്ള മാറ്റങ്ങളാണ് നമ്മൾ പറയുന്നത്. നിങ്ങളുടെ പദങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രസ്താവനകൾ മാറ്റണമെന്ന് പറയുന്നത്. The presence is 24/7 in us. സാന്നിധ്യം എന്ന് പറയുന്നത് 24 മണിക്കൂറും 7 ദിവസവുമാണ്. Even when we sleep. നമ്മൾ ഉറങ്ങുമ്പോഴുമുണ്ട്. When we wake up. നമ്മൾ എഴുന്നേൽക്കുമ്പോഴുമുണ്ട്. When we eat. നമ്മൾ കഴിക്കുമ്പോഴുമുണ്ട്. It's so much in us that we cannot separate from that presence. He has made us one with him. ആ സാന്നിധ്യത്തിന്റെ ആ ഒരു നിറവ് കാരണം നമ്മൾക്ക് അതിൽ നിന്ന് മാറിപ്പോകാൻ പറ്റത്തില്ല. അത്രമേൽ സാന്നിധ്യം നമ്മുടെ മേലിലുണ്ട്. Because the presence is in you, സാന്നിധ്യം നമ്മുടെ ഉള്ളിൽ ഉള്ളതുകൊണ്ട് you can immediately, in a midst of a crowd, you can close your eyes and say, Lord, I thank you for this blessed moment. Immediately, without any filtration or sacrificial system. ഒരു കൂട്ടത്തിന്റെ നടുവിൽ നിൽക്കുമ്പോഴും നമുക്ക് പറയാൻ പറ്റും ദൈവമേ അങ്ങനെ സാന്നിധ്യത്തിനായി നന്ദി കർത്താവേ. അത് ഒരു ഫിൽട്രേഷൻ ഇല്ല നമുക്ക് ചെയ്യാൻ പറ്റുമല്ലോ. അതുകൊണ്ട് നമ്മൾ പറയുന്നത് നിങ്ങളൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് അക്കോർഡിംഗ് ടു സ്ക്രിപ്ചേഴ്സ് നിങ്ങൾ 100% ഇമ്മീഡിയറ്റ്ലി മാറ്റണം. പിന്നീട് മാറ്റുന്ന സംഭവങ്ങളല്ല ഇത്. ഇമ്മീഡിയറ്റ്ലി ഓൺ ദ സ്പോട്ട്, the moment you hear it, thank you Lord that the presence is in me, thank you Lord that the presence is me. Not waiting for a moment and feeling the emotion and the musical instruments around you and then suddenly, oh what a great presence. Nonsense. നമ്മളത് കേൾക്കുമ്പോഴേ നമ്മൾ പറയണം അങ്ങയുടെ സാന്നിധ്യത്തിനായി നന്ദി കർത്താവേ. അത് ഒരു വാദ്യോപകരണം വെച്ച് ഒരു സാന്നിധ്യം ഉണ്ടാക്കിയെടുത്ത് പറയുന്ന ഒരു കാര്യം, പിന്നീട് പറയുന്ന കാര്യമല്ല. ആ കേൾക്കുന്ന സമയം മാത്രമേ. A presence that goes beyond musical instruments. സംഗീതോപകരണത്തിന് ഉപരിയായി വരുന്ന ഒരു സാന്നിധ്യം. A presence that goes beyond 5 minutes, 10 minutes of concentrated, focused time. 5-10 മിനിറ്റ് അതിൽ തന്നെ ശ്രദ്ധിച്ച് വരുന്നതിൽ അപ്പുറമായിട്ടുള്ള സാന്നിധ്യം. A presence that goes beyond any kind of emotional breakdown or meltdown. ഒരു വൈകാരികമായിട്ട് വരുന്ന അതിനപ്പുറമായിട്ട് വരുന്ന ഒരു സാന്നിധ്യം. A presence that goes beyond, as the scripture says, beyond or passeth understanding. സകല ബുദ്ധിയും കവിയുന്നേൽക്കാളും ഒരു സാന്നിധ്യം. So that's why so അതുകൊണ്ടാണ് this is the reason when we as pastors, those who are matured in Christ, when they come and pray before the believers, they don't say, Lord, bring down your presence, shower your presence, come down and fill this place. These are statements that don't comply with the new covenant.
പുതിയ നിയമവുമായി പുതിയ നിയമവുമായി ബന്ധപ്പെട്ടുള്ള പ്രസ്ഥാനങ്ങളല്ല ദൈവമേ അങ്ങയുടെ സാന്നിധ്യം വരണമേ എന്നുള്ള ഒരു സമൂഹത്തിന് മുമ്പിൽ പറയുന്ന കാര്യങ്ങൾ. Praise the Lord. ഹല്ലേലൂയ. Praise the Lord. ഇങ്ങനെ ഒന്നല്ല ആയിരം കാര്യങ്ങൾ according to scriptures. Once you change, you'll see the power of the Holy Spirit work very strongly in you. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മൾ മാറ്റുമ്പോൾ നമുക്ക് കാണാൻ പറ്റും പരിശുദ്ധാത്മാവ് നമ്മൾ വളരെ അധികമായി പ്രവർത്തിക്കുന്നത്. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. Thank you, my Lord. Just a small sense just about the presence of God. Oh, the scripture says that he has come, he has dwelt, this is the temple. That's it, my statements change. ദൈവം വന്നു, അവൻ നമ്മൾ വാസം ചെയ്യുന്നു ഉള്ള ഒരു ചെറിയ ഒരു ബോധം തന്നെ നമ്മുടെ സ്റ്റേറ്റ്മെന്റിൽ പദങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. Many will think, oh, what's the problem? What's the matter if I don't change my statement immediately? Changing a statement is related to life and death. ചിലർ ചിന്തിക്കാറുണ്ട് പെട്ടെന്ന് നമ്മുടെ ഒരു വാക്യങ്ങൾ അല്ലെങ്കിൽ ആ പദങ്ങൾ മാറ്റിയില്ലെങ്കിൽ എന്താ പ്രശ്നം എന്നുള്ളത്. അത് മാറ്റിയില്ലെങ്കിൽ മരണം നമ്മളിലേക്ക് കൂടുതൽ അടുത്തോണ്ടിരിക്കുകയാണ്. Praise the Lord. Hallelujah. Praise the Lord. Praise the Lord. You know Adam and Eve, the famous story from Genesis. These people made a small change in the statement. Immediately death reigned. ആദമിനെയും ഹവ്വയെയും നോക്കിയാൽ അറിയാം, അവരുടെ പ്രസ്താവനകളിൽ കുറച്ച് മാറ്റം വരുത്തിയതാണ് അവരിലേക്ക് മരണം പെട്ടെന്ന് കടന്നത്. Do you know Jesus Christ? യേശുക്രിസ്തുവിനെ നിങ്ങൾക്ക് അറിയത്തില്ലേ? Didn't make even one change in the statement, not even one. Praise the Lord. ഒരു പ്രസ്ഥാനം പോലും മാറ്റിയിട്ടില്ല. And after he died, the Bible says, I will not let my Holy One see corruption. He raised him back to life. മരിച്ച ശേഷം പറയാറുണ്ട്, എന്റെ ഭക്തന്മാർ ദ്രവത്വം കാണാൻ ഞാൻ സമ്മതിക്കുകയില്ല. When you say, immediately when you heard, Lord, the presence of God is here, you hold on to it. Do not change it. Even if you feel it's not there, thank you, Lord, that your presence is in me. You'll feel the power of the Holy Spirit move around in your body. Physically move around. Praise the Lord. നമ്മുടെ സാന്നിധ്യം നമ്മൾ അനുഭവിക്കുമ്പോൾ നമ്മൾ പറയണം, അങ്ങയുടെ സാന്നിധ്യത്തിനായ സ്തോത്രം. നമ്മൾക്ക് അതിന്റെ ശക്തി മുമ്പോട്ട് കാണാൻ പറ്റും. When you go into an atmosphere and there is music all around, and you're like, no, I don't need music to make me feel the presence of God. Switch off the stupid music and say, Lord, I thank you for your presence. Let the silence and let the quietness and let the presence be the presence. Let nothing fuel the presence. സംഗീതോപകരണങ്ങളുള്ള ഒരു അന്തരീക്ഷത്തിലേക്ക് നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ പറയണം, ഈ അന്തരീക്ഷമല്ല ദൈവസാന്നിധ്യം എനിക്ക് കൊണ്ടിരുന്നത്, അങ്ങയുടെ നിശബ്ദത അല്ലെങ്കിൽ നിശബ്ദമായ ഒരു അന്തരീക്ഷത്തിൽ പോലും ദൈവസാന്നിധ്യം നമ്മൾ അനുഭവിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. Praise the Lord. Hallelujah. Hallelujah. You know what God taught Moses? ദൈവം മോശയെ എന്താണ് പഠിപ്പിച്ചത് നിങ്ങൾക്ക് അറിയുമോ? He taught him, you don't need to feel anything to know the presence. നിനക്ക് പ്രത്യേകിച്ചൊന്നും അനുഭവിച്ചറിയേണ്ട ആവശ്യമില്ല ദൈവസാന്നിധ്യം ഉണ്ടെന്ന് അറിയുവാൻ. When Moses said, Lord, do one thing, just tell me who you are, because in the midst of all these confused deities and this multiplicity of deities, what do I tell your name is? അനേക ദൈവങ്ങളുടെ നടുവിൽ നിന്നുകൊണ്ടാണ് മോശ പറയുന്നത്, ദൈവമേ നീ ആരാന്ന് ചോദിക്കുന്നത്. He says, tell them, I am that I am. ദൈവം പറയുന്നുണ്ട് അവരുടെ ഞാനാകുന്നു എന്ന്. I am that I am. I just need to tell them I am that I am. That's enough. It's enough. ഞാനാകുന്നു എന്ന് പറഞ്ഞാൽ മാത്രം മതി, അതിന്റെ ആവശ്യമേ ഉള്ളൂ. Praise the Lord. Praise the Lord. You don't need fire and brimstone from heaven to believe that God's presence is in you. തീയും കൽമഴയും ആവശ്യമില്ല സ്വർഗ്ഗത്തിൽ നിന്ന് ദൈവം ആരാണെന്ന് പറയുവാൻ. You don't need music to believe that the presence of God is alive and vibrant in you. സംഗീതത്തിന്റെ ആവശ്യമില്ല ദൈവം ആരെന്ന് അറിയുവാൻ വേണ്ടി. Some people need to sing 15 songs before they can feel anything. ചില ആൾക്കാർ 50 പാട്ടുകൾ പാടാറുണ്ട് ദൈവത്തിന്റെ സാന്നിധ്യം അറിയുവാൻ വേണ്ടി. Some people need to hear some messages that is inspiring. The inspiring, oh, what a message, to inspiring. What do you mean by inspiring message? The inspiring message came in Jesus Christ. There is no other inspiring message. നമ്മളെ പ്രചോദിപ്പിക്കുന്ന അനേകം മെസ്സേജുകൾ കേൾക്കണം ചിലർക്ക് ദൈവസാന്നിധ്യം അറിയാൻ വേണ്ടി. ആ പ്രചോദനം നമ്മൾ ഓൾറെഡി യേശുക്രിസ്തുവിൽ വന്നു കഴിഞ്ഞു. Through what I spoke this 15 minutes, what you are experiencing is breaking the bonds. This is what you mean by breaking the bonds. ഈ 15 മിനിറ്റ് കൊണ്ട് നിങ്ങളുടെ ഉള്ളിലെ ജഡം നിങ്ങൾ ഉടഞ്ഞിരിക്കുന്നു. For behold, what manner of love the Father has bestowed upon us, that we should be called the sons of God. ദൈവമക്കൾ എന്ന് തിരിച്ചറിയാൻ ഈ മഹാപദവി നമുക്ക് നൽകിയിരിക്കുന്നു. Sons of God talk a different way. Praise the Lord. ദൈവത്തിന്റെ മക്കൾ സംസാരിക്കുന്നതിന് ഒരു വ്യത്യാസമുണ്ട്. They act a different way.
നമ്മൾ പ്രതികരിക്കുന്ന ഒരു വ്യത്യാസമുണ്ട്. Their mindset is so different that you call it heavenly mindset. നമ്മളുടെ മാനസികമായിട്ടുള്ള ചിന്ത തന്നെ വളരെ വ്യത്യാസമായിട്ട് സ്വർഗീയമായിട്ടുള്ള ചിന്ത എന്ന് പറയാറുണ്ട്. Praise the Lord. ഹല്ലേലൂയ. Living outside this world, of the world, in the world, but not of the world. Praise the Lord. What a life. What a life. Praise the Lord. ഭൂമിയിൽ നിന്നുകൊണ്ട് ഭൂമിയിൽ ഇല്ലാത്തവരെ പോലെ ജീവിക്കുന്നു. Some people are so useless, they can't go into heaven or hell. They're stuck in between the nether. They're stuck in a world that is in between, not there nor here. ചിലവർക്ക് സ്വർഗത്തിലും പോകാൻ പറ്റുന്നില്ല, നരകത്തിലും പോകാൻ പറ്റുന്നില്ല. ആ ഒരു മധ്യാകാശത്തിൽ നിൽക്കുന്ന പോലെ തോന്നുന്നു. Praise the Lord. Praise the Lord. Praise the Lord. കർത്താവ് നിന്റെ സാന്നിധ്യം മേളിൽ നിന്ന് നീ ഇറക്കിക്കൊണ്ടുവരണം, വരാത്ത പോലെ. കറക്റ്റായിട്ടുള്ള സാന്നിധ്യം ഇറങ്ങി വന്നപ്പോഴത്തേക്ക് മോശ പോലും പറഞ്ഞു, ഇനിയും കാണിക്കരുതേ കർത്താവേ, ഇനിയും കാണിക്കരുതേ, പേടി വന്നു പോകുന്നു, ഇനിയും കാണിക്കരുത് എന്ന്. കർത്താവ് പറഞ്ഞു, ഓക്കെ, ഞാൻ ഇനിയും അങ്ങനെ ഒന്നും ഞാൻ കാണിക്കുന്നില്ല, നല്ലതായിട്ട് ഞാൻ കാണിച്ചു തരാം. യേശു ക്രിസ്തുവിൽ കൂടെ വന്നു, നമ്മുടെ അകത്ത് കയറി. ഇനിയും പിന്നെയും കർത്താവെ സാന്നിധ്യം ഇറങ്ങി വരണേ. ഏത് സാന്നിധ്യം? Which one are you talking about? There's only one presence that appeared in the Garden of Eden. One presence that appeared before the children of Israel. One presence that appeared before David and Joshua and Goliath and everyone, and killed and destroyed and brought everything. As the scripture says in Hebrews 11, the hall of fame. All the people of faith. Praise the Lord. ഏദൻ തോട്ടത്തിൽ ഇറങ്ങി വന്ന, ഇസ്രായേൽ മക്കളുടെ നടുവിൽ ഇറങ്ങി വന്ന, ദാവീദും ഗോലിയാത്തിന്റെ ഇടയിൽ ഇറങ്ങി വന്ന സാന്നിധ്യം, ഒരേ ഒരു സാന്നിധ്യം. Destroyed Goliath. ഗോലിയാത്തിനെ നശിപ്പിച്ച സാന്നിധ്യം. I come in the name of the Lord, said David. ദാവീദ് പറയുന്ന പോലെ, ഞാൻ ദൈവമായ യഹോവയുടെ നാമത്തിൽ നിന്റെ നേർക്ക് വരുന്നു. That one presence on the day of Pentecost, Peter says that just as Joel spoke, this is that which was spoken by the prophet Joel, that he will come upon all flesh. All flesh. പത്രോസ് യോവേൽ പ്രവചനത്തിൽ നിന്ന് എടുത്ത് സംസാരിച്ചതുപോലെ, ആ ദിവസത്തിൽ അങ്ങയുടെ ആത്മാവ് ഞങ്ങളെ പകരുന്നു എന്ന് പറയുന്നത് പോലെ. And still we are, after so much, when we go for prayer, when we go into church, Lord, we pray that you bring down your presence. Oh, foolish Galatians, who has bewitched you? Who has blindfolded you? Who has put a spell on you that you can't see Christ anymore? ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് നമ്മൾ പിന്നെയും പറയുന്നു, ദൈവമേ അങ്ങയുടെ സാന്നിധ്യം ഇറങ്ങി വരണേ. ആ ബുദ്ധിയില്ലാത്ത നിങ്ങളെ വഞ്ചിച്ചതാര്? ഉദ്രം ചെയ്ത് മയക്കിയതാര്? Change your definition. ഹല്ലേലൂയ. നമ്മളുടെ വാക്യങ്ങൾ, നമ്മുടെ പദങ്ങൾ മാറ്റേണ്ട സമയമായിരിക്കുന്നു. Change your definitions. നമ്മളുടെ പ്രസ്താവനകൾ മാറ്റേണ്ട സമയമായിരിക്കുന്നു. And this is the reason why we as pastors ought to stand up and speak out, so that the people of God will be liberated, will be free, will live in the rest that God has given them. Praise the Lord. ഇതുകൊണ്ടാണ് സത്യസുവിശേഷകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള പാസ്റ്റർമാരെ ദൈവം എഴുന്നേൽപ്പിച്ച് വിശ്വാസികളെ ആ നേർവഴിക്ക് നടത്തുന്നത്. It is my duty to protect the kingdom of God. എന്റെ ഉത്തരവാദിത്തമാണ് ദൈവത്തിന്റെ രാജ്യം സംരക്ഷിക്കുക എന്നുള്ളത്. To protect the scriptures and the word of God. ദൈവത്തിന്റെ തിരുവെഴുത്തുകൾ അല്ലെങ്കിൽ അവന്റെ രാജ്യം സംരക്ഷിക്കുക എന്നുള്ളത് നമ്മളുടെ ഓരോരുത്തരുടെ ഉത്തരവാദിത്തമാണ്. Whether one likes it, whether one hates it, it is my duty and my responsibility to stand at the kingdom's door and protect it from foreign element. ആര് വെറുത്താലും ആര് ചെറുത്താലും ദൈവരാജ്യത്തിന് മുമ്പിൽ നിന്നുകൊണ്ട് അത് കാത്തു സംരക്ഷിക്കുക എന്നുള്ളത് എന്റെ കർത്തവ്യമാണ്. Statements that do not accord with the perfectness in Christ are to be obliterated immediately. ദൈവഹിതമായിട്ട് നിൽക്കാത്ത ഓരോ പദങ്ങളും നമ്മളിൽ നിന്ന് മാറിപ്പോകേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. We do not wait for a change. We are changed by the power of the Holy Spirit. നമ്മൾ മാറ്റങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന വ്യക്തികളല്ല, നമ്മൾ ഓൾറെഡി മാറി നിൽക്കുന്ന ആൾക്കാരാണ്. If I need money in my pocket, I need to keep you sick. എനിക്ക് എന്റെ പോക്കറ്റിൽ പണമാണ് വേണ്ടതെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും രോഗിയായ മാത്രം മതി. നിങ്ങൾ ഓരോരുത്തരെയും രോഗിയാക്കിയാലേ എന്റെ പോക്കറ്റിൽ പൈസ വീഴത്തുള്ളൂ. ഇതാണ് ഇന്നത്തെ പാസ്റ്റർമാരുടെ കള്ളത്തരം. Making you depend on their prayer, on different things and not Christ. This is the work of the enemy. അവരുടെ ഓരോ പ്രാർത്ഥനകളിലും നിങ്ങളെ അവർ ഡിപ്പെൻഡ് ചെയ്ത് കാശുണ്ടാക്കുന്നു. ഇത് ശത്രുവിന്റെ ചതിയാണ്.
If they heal you completely, this is what God told Isaiah. Go to my people and tell them, having eyes you cannot see, having ears you cannot hear, having a heart you do not understand. Because if you would see and understand, you would be healed, converted and healed, so that you do not need a physician anymore. Praise the Lord. ദൈവം യേശയ്യാവിനോട് പറഞ്ഞതാണ്, അവർ കണ്ണുണ്ടായിട്ട് കാണുന്നില്ല, ചെവിണ്ടായിട്ടും കേൾക്കുന്നില്ല, ഹൃദയമുണ്ടായിട്ടും അവർ ഗ്രഹിക്കുന്നില്ല എന്ന് പറയുന്നത് ഇതാണ്. അവർ ഗ്രഹിച്ചിരുന്നെങ്കിൽ അവർക്കൊരു വൈദ്യന്റെ ആവശ്യമില്ലായിരുന്നു.